ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കൊച്ചി നഗരസഭ 13-ാം ഡിവിഷൻ ജനകീയ സമിതി കൗൺസിലർ VS ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഈദ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കൊച്ചി നഗരസഭ 13-ാം ഡിവിഷൻ ജനകീയ സമിതി കൗൺസിലർ VS ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഈദ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പരസ്യത്തിൽ 31-1-2 ഇന്നലെയും ആളുകളുടെ പ്രോഗ്രാം ഉണ്ട് എന്നോർത്ത് വന്നു. ഞങ്ങൾ ആലോചിച്ചത് പെരുന്നാൾ എന്നാണോ വരുന്നത് അന്നൊരു പരിപാടിയും പിന്നീട് 2-ാം തീയതി ഇത് വിപുലമായൊരു പ്രോഗ്രാമും ആലോചിച്ചത് കൊണ്ടാണ്. പെരുന്നാൾ ചിലപ്പോൾ 31-1 വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് 1-31 എന്ന നിലയിൽ. മാർച്ച് 31, ഏപ്രിൽ 1, 2 തീയതികളിൽ നടന്ന പരിപാടികളിൽ 2-ന് നടന്ന സമാപന സമ്മേളനവും വിവിധ കലാപരിപാടികളും പ്രദേശത്തെ ജനകീയ ഉത്സവമായി മാറി. കൗൺസിലർ VS ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനം ഏഷ്യാനെറ്റ് സിനിമാല പ്രൊഡ്യൂസേഴ്സ് ഡയാന സിൽവസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമ്മായിമുക്ക് എന്ന് പറയുന്നത് അറിയാലോ, ഈ പെരുന്നാൾ രാവിൻ്റെയും ഈ ഫെസ്റ്റിവലിൻ്റെയും ഒരു ഹബ്ബാണ്. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളും, അതായത് നൊയമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ബ്രാത്ത് തുടങ്ങി എല്ലാ ഫംഗ്ഷനും ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. അതിൻ്റെ പങ്ക് വീട്ടിലെത്താറുണ്ട്. നൊയമ്പ് എടുത്തില്ലെങ്കിലും നൊയമ്പ് തുറ എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട്. എനിക്ക് പറയാം, നിങ്ങളേലും കൂടുതൽ ഈ ഫംഗ്ഷൻ സെലിബ്രേറ്റ് ചെയ്യണത് ഞാനാണ്. കാരണം സിനിമ മിമിക്രി താരം സാജൻ പള്ളുരുത്തി, ഹുസൈൻ കോയ, സക്കരിയ ഹുസൈൻ KA, തമ്പി, ഹർഷൻ എന്നിവർ സംസാരിച്ചു. എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഡിവിഷൻ്റെ പരിപാടിയാണെങ്കിലും പള്ളുരുത്തിയുടെ പരിപാടിയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വിളിച്ചാൽ മതി, എവിടെയെങ്കിലും നോട്ടീസ് കണ്ടാൽ മതി, പള്ളുരുത്തിയിലെ പരിപാടിക്ക് ഞാൻ കൃത്യമായിട്ട് വരുമെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ എത്താറുമുണ്ട്, എത്തിച്ചേരാറുമുണ്ട്, അപൂർവം ചില സമയത്ത് കൈവിട്ട് പോകാറുണ്ട്. ആർട്ടിസ്റ്റ് ചന്ദ്രബാബു സ്വാഗതം പറഞ്ഞു. തുടർന്ന് കടേഭാഗം പ്രഭാത സവാരി കൂട്ടായ്മ സമിതി അംഗങ്ങളുടെ ഒപ്പന, സിനിമാറ്റിക് ഡാൻസ്, കരോക്കെ ഗാനമേളയും അരങ്ങേറി. ഷീജ കലാപരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ഫോർട്ട് കൊച്ചി മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്രയുടെ സംഗീത വിരുന്നും ഗാനാസ്വാദകരുടെ മനം കവർന്നു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.